അതിന് മുന്നോടിയായി ഒന്ന് രണ്ട് വാക്കുകൾ പറയണമെന്ന് ഞാനിപ്പോൾ ഈ ജനാവലി കാണുമ്പോൾ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇന്നത്തെ മീറ്റിംഗ് വലിയ റാലികളോടുകൂടി തന്നെ 4 ദിക്കിൽ നിന്ന് വരുന്ന വലിയ റാലികളോടുകൂടി നടത്തണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു മീറ്റിംഗ് ആരംഭിക്കാനിരുന്നത്. എന്നാൽ കടന്നുവരുന്ന ജനാവലി നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് എന്ന് ഉറപ്പു വന്നതോടുകൂടി തന്നെ ജനങ്ങളോടൊപ്പം എന്ന പാർട്ടിയുടെ ആ ടാഗ് ലൈനോട് ചേരുന്ന വിധത്തിൽ ഒരു ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന ഉദ്ദേശത്തിൽ ആ റാലി ക്യാൻസൽ ചെയ്യുവാൻ വേണ്ടി ഈ പാർട്ടി തയ്യാറായി എന്നുള്ളതാണ്. മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് സാധിക്കും? കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി, അഴിമതിക്കെതിരായി പ്രവർത്തിക്കുന്ന ഏക പാർട്ടി, അത് കൃത്യമായി നടപ്പിലാക്കുവാൻ ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അത് ആർജവത്തോടെ മുന്നോട്ട് വന്ന് അതിനുണ്ടാകുന്ന ഏത് പുഴുക്കുത്തുകളും അഴിമതിയുടെ പുഴുക്കുത്തുകളും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾക്ക് വ്യക്തമായ രീതിയിൽ അത് നടപ്പാക്കാനുള്ള ആർജവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് 2020 ആണ്. അധികം വൈകാതെ തന്നെ കേരളത്തിന്റെ ഭരണത്തിലേക്ക് 2020 കടന്നു വരണമെന്നാണ് ഭൂരിപക്ഷം വരുന്ന മലയാളികളും ആഗ്രഹിക്കുന്നത്. ഇന്നിവിടെ സൂചിപ്പിക്കുന്ന ഓരോ സൂചനകളും ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം നിങ്ങൾ വാട്സാപ്പിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അറിയാം, കേരളത്തിന്റെ ദിക്കുകളിലായി ഓരോരോ ദിക്കുകളിലായി ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റികളെ പുതിയതായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി പടിപടിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. നാളെ കേരളത്തിന്റെ ഭരണത്തിലേക്ക് 2020 കടന്നു വരുന്ന ദിവസം അതിനധികം ദിവസങ്ങളില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് നമുക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം. അതിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ നമുക്ക് പറയുവാനായി ഈ കുന്നത്നാടും കിഴക്കമ്പലത്തെയും എല്ലാം വിജയഗാഥകൾ അവിടെ പറയുവാനുണ്ട്. നമ്മുടെ പഞ്ചായത്ത് ഭരണത്തിൽ ഏറിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായി പറയുവാനുണ്ട്. എങ്കിൽ പോലും ഈ മീറ്റിംഗ് ഒരുപാട് ദീർഘിച്ചു പോകും എന്നുള്ളതിനെ കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. സ്വാഗതം അർപ്പിക്കുക. അതിൽ ആദ്യമായി തന്നെ നമ്മുടെ പാർട്ടി അധ്യക്ഷൻ സാബു സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ മീറ്റിംഗിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും പേരില്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഗോപകുമാർ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ചാർലി സാർ സ്വാഗതം ചെയ്യുന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിബി അബ്രാഹാമിനെയും സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് വിശിഷ്ട വ്യക്തികളെ കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ജനാവലികളെയും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി. അടുത്തതായി ആമുഖ പ്രസംഗത്തിനായി ശ്രീ സന്തോഷ് വർഗീസ്, എറണാകുളം 2020 എറണാകുളം ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് വർഗീസിനെ ക്ഷണിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ആദരണീയനായ 2020 അധ്യക്ഷൻ ശ്രീ സാബു എം ജേക്കബ് അവർകൾ, ഉപാധ്യക്ഷൻ ശ്രീ ഗോപകുമാർ അവർകൾ, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ, കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജിബി എബ്രഹാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ, ആദരണീയരായ മെമ്പർമാർ, സ്നേഹനിധികളായ മാതാപിതാക്കളെ, 2020 കുടുംബാംഗങ്ങളെ, നമ്മുടെ പ്രസ്ഥാനം അഴിമതിരഹിത പ്രസ്ഥാനമാണ്. കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു പുത്തൻ അധ്യായം ചരിത്രം കുറിച്ചുകൊണ്ട് നാം ആരംഭിച്ചത് അതിന്റെ മുദ്രാവാക്യം അഴിമതിരഹിത ഭരണം, ആധുനിക കേരളം എന്നുള്ളതാണ്. 4 പേര് കൂടുന്നിടം നാടാണ്. ആ നാടിന്റെ വികസനങ്ങളെ സംബന്ധിച്ച്, അതിന്റെ സ്വപ്നങ്ങളെ സംബന്ധിച്ച് ഒരു 5 പേര് കൂടുമ്പോ അവർ അത് ചേർന്ന് ചിന്തിക്കുകയും അത് ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്യുന്ന പഞ്ചായത്ത്, പഞ്ചം 5. ആ പഞ്ചായത്തിന്റെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ആ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനതയുടെ ജനക്ഷേമമാണ്, അവരുടെ സാമൂഹിക ക്ഷേമമാണ്. പാവപ്പെട്ടവരുടെ, വിശക്കുന്നവരുടെ, കണ്ണുനീര് ഒഴുക്കുന്നവരുടെ, ആരും സഹായിക്കാനില്ലാത്തവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് പഞ്ചായത്ത് രാജ് സംവിധാനം
ഇന്ത്യയിൽ നടപ്പാക്കിയത് ചരിത്രാതീത കാലം മുതൽ ലോകത്തെങ്ങും അങ്ങനെ കൂടിയിട്ടുള്ളതും. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഈ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഇന്ത്യയിൽ കൊണ്ടുവന്ന സുപ്രധാന നിയമങ്ങളുടെ ആ നിയമങ്ങളെ കൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനുതകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ കടമകളും ചുമതലകളും പ്രീതിയോ ക്ഷോഭമോ ഭീതിയോ കൂടാതെ സ്വജനപക്ഷപാതമോ കൂടാതെ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ആനുകാലിക സംഭവ രാഷ്ട്രീയ വികാസങ്ങൾ കൊണ്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ചാർലി പോൾ അവറുകൾ എഴുതിയ ഒരു നോട്ട് ഞാൻ ഓർക്കുകയാണ്. കാലന്റെ നാവുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പെട്രോൾ പമ്പ് ദിവ്യ എന്ന് നമ്മുടെ ഗോകുമാർ സർ പറയും. പി ദിവ്യ ഒരു നാടിനെ മുഴുവൻ നശിപ്പിക്കുവാനും നീതിബോധമുള്ള ആത്മാർത്ഥതയുള്ള അഴിമതിയില്ലാത്ത ഒരു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെ ഒറ്റ വാക്കുകൊണ്ട് നിശബ്ദനാക്കുക മാത്രമല്ല, ഭൂമിയിൽ നിന്ന് പറഞ്ഞനേക്കാനുള്ള നാവുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലയുടെ അധിപ. നമ്മള് ഓരോ പാർട്ടിയിലെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ്. ഇവരൊന്നും രാഷ്ട്രീയ പരിചയമുണ്ടായിരുന്നവരല്ല. അവരെ നാം തെരഞ്ഞെടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്ത് ജീവൻ കൊടുത്താണ് എതിരാളികളുടെ തെറിവിളികളും തല്ലും വരെ വാങ്ങിയിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ ജയിപ്പിച്ചു വിടുന്നത്. പക്ഷേ അധികാരത്തിലെത്തി അധികാരത്തിന്റെ രാജീയ സുഖവും അതിന്റെ പ്രൗഢിയും കൂടുമ്പോ തന്നിലേൽപ്പിച്ച ജനങ്ങളേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മറന്നുപോകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യണം കേരളത്തിലെ പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റുമാരെല്ലാവരും. ഇത് 2020 മാത്രം ആവശ്യമല്ല, കേരളത്തിലെ ജനതതികൾ ഒന്നാകെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റു. നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയിൽ നിന്ന് നിങ്ങളെ പുറത്തു ചാടിച്ച് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾ ഓരോരുത്തരെയും പുറത്തു ചാടിച്ച് പാർട്ടിക്കെതിരായും പാർട്ടിയുടെ നയത്തിനെതിരായും വിരൽ ചൂണ്ടുന്ന അവസരത്തിലേക്ക് നിങ്ങളെ സമീപിക്കുന്ന കള്ളന്മാർ, പരമ്പരാഗത രാഷ്ട്രീയക്കാർ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതരുത് നിങ്ങളെ അങ്ങനെ സമീപിക്കുന്നത്. അവർ കൗശലം പ്രയോഗിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ അഴിമതിയില്ലാതെ ഭരണം നടത്തുന്നത് എങ്ങനെയെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. 8 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്, 9 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇവിടെ മറ്റു പഞ്ചായത്ത് ഓഫീസുകളിൽ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന സ്വീകരണം എന്താണ്? ഒരു സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന സ്വീകരണം എങ്ങനെയാണ്? രാജാക്കന്മാരുടെ മുമ്പിൽ ഓച്ചാനം ചെയ്യുന്ന പ്രജകളുടെ കൂട്ടാണ് നമ്മൾ സർക്കാർ ഓഫീസുകളിൽ കയറി ചെല്ലുന്നത്. ആ സ്ഥാനത്താണ് 2020 എന്ത് ചെയ്തത്? ഇത് ജനങ്ങളാണ് രാജാക്കന്മാർ, ജനപ്രതിനിധികൾ അവരുടെ സേവകർ മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പുത്തൻ ഓഫീസ് മര്യാദകളോടുകൂടി ജനങ്ങളെ സേവിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുവാൻ 2020 പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഓഫീസിൽ ചേറി ചെല്ലുമ്പോൾ എന്തായിരിക്കും ഉദ്യോഗസ്ഥരുടെ പ്രതികരണം, അല്ലെ ജനപ്രതിനിധികളുടെ പ്രതികരണം? പക്ഷേ 20 മെമ്പർമാർ അങ്ങനെയല്ല. നാം പാർട്ടി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ചില തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് നമ്മൾ അവർക്ക് പരിശീലനം നൽകി. അതിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് സദാ ജാഗരൂകരായി അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ, അതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ ജാഗ്രതയോടെ അത് വിശകലനം ചെയ്യുന്നുണ്ട്. എന്താണ് കുന്നത്തുനാട് സംഭവിച്ചത്? നാം ഒത്തിരി വിശ്വസിച്ചു. പലരും പരാതികൾ പറഞ്ഞിട്ട് നാം അതെന്ത് ചെയ്തില്ല, ആദ്യമൊന്നും നമ്മളതിനെ കണക്കിൽ കാര്യമായിട്ട് എടുത്തില്ല. കാരണം വളരെ വിശ്വസ്തയായി നമ്മുടെ പുറത്താക്കപ്പെട്ട പുറപ്പെടാ പ്രസിഡന്റ് അഭിനയിക്കുകയായിരുന്നു. അതായിരുന്നു സത്യം. നമ്മുടെ മുമ്പിൽ, കമ്മിറ്റിക്കാരുടെ മുമ്പിൽ
പാർട്ടി ചെയർമാന്റെ മുമ്പിൽ, ഉപാധ്യക്ഷന്റെ മുമ്പിലൊക്കെ, കമ്മിറ്റികളുടെ മുമ്പിലൊക്കെ വളരെ വിശ്വസ്തതയായി അഭിനയിക്കുകയുണ്ടായി. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ ജനഹിതത്തിനും ജനാധിപത്യ മര്യാദകൾക്കും സദാചാര മൂല്യങ്ങൾക്കും രാഷ്ട്രീയ എത്തിക്സിനും നിരക്കുന്നതല്ല എന്ന് കണ്ടുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം പാർട്ടി അഴിമതിക്കാരിയായ പ്രസിഡന്റിനെ എല്ലാ കുറ്റങ്ങളും, അവർ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും, നീതി നിഷേധങ്ങളും, എല്ലാ മറ്റു ബന്ധങ്ങളും, മാഫിയ ബന്ധങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായി അവിശ്വാസ പ്രമേയത്തിൽ എഴുതിക്കൊടുത്ത റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ നമ്മുടെ 10 മെമ്പർമാർ ഒത്തൊരുമിച്ച് കുറ്റം വിധിച്ച് നിങ്ങൾ ഇതിന് അയോഗ്യയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്താക്കിയത്. കേരളത്തിന്റെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ അവിശ്വാസ പ്രമേയമൊക്കെ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തമാശയാണ്. അത് കോൺഗ്രസ് ആയാലും മാർക്സിസം ആയാലും അവരുടെ അഴിമതി പുറത്തു വരാതിരിക്കാൻ ആവുന്നത്ര ശ്രമിക്കും. പക്ഷേ 2020 അവിടെ വ്യത്യസ്തമാകുകയാണ്. നിങ്ങൾ അഴിമതി ചെയ്താൽ നിങ്ങൾ പിടിക്കപ്പെടും. നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ അതിങ്ങനെ ഡെമോക്രസിന്റെ വാള് പോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാ. ഇനി വരാനിരിക്കുന്ന മെമ്പർമാർക്കും നിലവിൽ ബാക്കിയുള്ള മെമ്പർമാർക്കും ഇനി തെരഞ്ഞെടുക്കപ്പെടാനുള്ള കേരളത്തിലെമ്പാടുമുള്ള മെമ്പർമാർക്ക് ശക്തമായ ഒരു താക്കീതും വെല്ലുവിളിയുമാണ് ഈ കുന്നത്തുനാടിന്റെ പുറപ്പെടാ പ്രസിഡന്റിന് കൊടുത്തതുപോലെയുള്ള ഒരു താക്കീത്. ഏത് കൊമ്പനായാലും ഏത് വമ്പനായാലും നാം എന്ത് ചെയ്യും? 2020 അഴിമതി വെച്ച് പൊറപ്പിക്കുകയില്ല. നമ്മൾ അഴിമതിക്കെതിരാണ്. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും 2020-കാരനാണ് ആകുന്നത് എന്ന് പറയുമ്പോ ജനങ്ങൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് കിഴക്കമ്പലത്തുള്ള 4 പഞ്ചായത്ത് ഭരിക്കുന്ന അരിയും വെള്ളമൊക്കെ കൊടുക്കുന്ന പാർട്ടിയല്ലേ എന്ന്. ഞാൻ പറയും, നമ്മള് അരിയും വെള്ളവും കൊടുക്കുന്നതോടൊപ്പം ഇന്ത്യ മഹാരാജ്യത്തിൽ 3-ാം ലോക രാജ്യമാണ്, അവികസിത രാജ്യമാണ്. ഈ അവികസിത രാജ്യത്തിൽ എങ്ങനെയാണ് അഴിമതിയില്ലാതെ ഒരു പഞ്ചായത്ത് കൊണ്ടുപോകേണ്ടതെന്ന് ലോക രാജ്യങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഭരണം ചെയ്യുന്ന ഒരു മാതൃക പ്രസ്ഥാനമാണ് 2020. അതിനുദാഹരണമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനതതികളും ഇതിനു മുമ്പുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ. അപ്പോ ഇതൊരു മാതൃകയാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് വരുമാനമുണ്ടാക്കാനും അവരുടെ കുടുംബങ്ങൾക്ക് മാത്രമല്ല ശില്പത്തികൾക്കും ബിനാമികൾക്കും പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. ശ്രീ സാബു എം ജേക്കബിനോ ഇവിടെ ഇരിക്കുന്ന ഒരു 2020-യുടെ ഭാരവാഹികൾക്കോ ഈ ജനതതികൾക്കോ ഇതൊരു വരുമാനമുണ്ടാക്കാനുള്ള പദ്ധതിയല്ല. ഞങ്ങൾ ആരും പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരല്ല. അടുത്തു നിൽക്കുന്നവന്റെ കണ്ണിൽ അവന്റെ കണ്ണുനീർ കടലിനെ കാണുവാനും അവന്റെ മനസ്സിലിമ്പത്തെ ഒരു ക്ഷോഭത്തിന്റെ ദുഃഖത്തിന്റെ കടലിലമ്പമായി മനസ്സിലാക്കുവാനും ഒരു പച്ച മനസ്സുള്ള മാംസളമായ മനസ്സുള്ള വ്യക്തികളുടെ ഒരു സാമൂഹ്യ ക്ഷേമ പ്രസ്ഥാനമാണ് 2020. അല്ലെങ്കിൽ ബിനാമിയായി പെട്രോൾ പമ്പ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അനുകൂലമായി വിധി പ്രസ്താവിച്ച് ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുവാനും ആ സ്ഥാനം നിലനിർത്തുവാനുമുള്ള രാഷ്ട്രീയ കാപട്യക്കാരുടെ ഒരു പ്രസ്ഥാനമല്ല 2020. ഇപ്പോ ചിലരുടെ മനസ്സിലുണ്ടാകും, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എന്താണ് കുന്നത്ത് നാട്ടിൽ സംഭവിച്ചതെന്ന്. ന്യായമായും ചിലർക്ക് ചോദ്യമുണ്ട്. നമ്മളോടൊപ്പം ഏറ്റവും മുൻപിൽ വളരെ വിനയാന്വിതയായി വളരെ വിശ്വസ്തയായി നിന്ന ആളല്ലേ നമ്മുടെ പുറത്താക്കപ്പെട്ട അവിശ്വാസം മൂലം പുറത്താക്കപ്പെട്ട പുറപ്പെടാ പ്രസിഡന്റ്. എന്നിട്ട് എന്തേ ഇങ്ങനെ സംഭവിച്ചത്? ന്യായമായും ചോദ്യം ഉണ്ടാകത്തില്ലേ? ചോദിച്ചേട്ടാ, ഉണ്ടാവും, ചോദ്യമുണ്ടാകും. നമ്മുടെ കയ്യിൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മളോട്, നമ്മുടെ അധ്യക്ഷനോട്, നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയോട് ഈ വ്യക്തി ചെയ്യുന്ന അഴിമതികളും ബിനാമി പ്രവർത്തനങ്ങളും മാഫിയ പ്രവർത്തനങ്ങളെയും പറ്റി സൂചിപ്പിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു? അതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി.
ആ നിരീക്ഷിക്കാൻ തുടങ്ങിയതിൽ അനേകം പേര് തെളിവുകൾ കൊടുത്തു. ജീവനുള്ള തെളിവുകൾ, കോടതിയിൽ തെളിയിക്കപ്പെടാൻ കഴിയുന്ന വ്യക്തവും വടിവത്തതുമായ തെളിവുകൾ. ആ തെളിവുകൾക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ചെറിയ താമസം, 2-3 മാസം, അത്രമാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ബോധ്യത്തിലേക്ക് ആ തെളിവുകളുടെ ശകലങ്ങൾ, വടിവത്തതും വ്യക്തവുമായ തെളിവുകൾ, ഈ പുറപ്പെടാ പ്രസിഡന്റ് ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ശബ്ദ സന്ദേശവും ചില ക്ലിപ്പിങ്ങുകളും നിങ്ങളെ ഞങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ്, നമ്മുടെ അധ്യക്ഷന്റെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ. ആദ്യമായി അവർ ചെയ്തത് പെരുമ്പാവൂർ, എന്റെ നാട്ടില് വെങ്ങോലയിൽ ആദ്യം ചെയ്ത പിടിക്കപ്പെട്ട, അതിനു മുമ്പേ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. പിടിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിൽ, നമ്മുടെ പൂണൂര് നാസർക, പൂണൂര് ഒരു വീട്ടിൽ അതിരാവിലെ ചെല്ലുകയാണ്. എന്താണ്? DCCയുടെ ഒരു സെക്രട്ടറി, ആ സെക്രട്ടറിയുടെ ഒപ്പമാണ് ചെല്ലുന്നത്. DCC എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി എന്നല്ലേ? 2020 എന്ത് വരാ DCC സെക്രട്ടറിയുമായിട്ട് കാര്യം? 2020 പ്രസിഡന്റിന് എന്തിനാ DCC സെക്രട്ടറിയുമായിട്ട് കാര്യം? മറ്റൊന്നുമല്ല, ആ വീട്ടിൽ പണം പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട് പോലും. ആ പലിശ കിട്ടാത്തത് കൊണ്ട്, 3-4 മാസത്തെ പലിശ കിട്ടാത്തത് കൊണ്ട്, ഇല്ലേ ബ്ലേഡ് മാഫിയയുടെ ഗുണ്ടകളെ പോലെ നമ്മുടെ മുൻ പ്രസിഡന്റ് എന്ത് ചെയ്തു? ഈ DCC സെക്രട്ടറിയെയും കൂട്ടി എന്ത് ചെയ്തിരിക്കുകയാണ്? വെങ്ങോലയിൽ പൂണൂരിലെ ആ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും ആ ഗൃഹനാഥനെ ഭീഷണിപ്പെടുത്തുകയും ആ ഗൃഹനാഥൻ മനം തൊന്ന് മാനഹാനി കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. എന്ത് ചെയ്തു? ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇപ്പോ ആദ്യത്തെ ഒരു ചെറിയ പുറത്തു വന്ന ഒരു കാര്യമാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ്. FIR ഉണ്ട് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ ഒരു പ്രസിഡന്റിനെ നമുക്ക് വെച്ചു പൊറിപ്പിക്കാൻ പറ്റുമോ? ആത്മാഭിമാനമുള്ള, ജനങ്ങളുടെ ക്ഷേമത്തിൽ വിശ്വസിക്കുന്ന നമുക്കാർക്കെങ്കിലും യോജിക്കാൻ കഴിയുമോ? അതുമാത്രമല്ല, നാഴികയ്ക്ക് 40 വട്ടം 2020യും അതിന്റെ ഭാരവാഹികളെയും അധിക്ഷേപിക്കുകയും ജനമധ്യത്തിൽ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും കൂടി ആക്ഷേപിക്കുന്ന എതിർ പാർട്ടികൾക്ക് അതിന്റെ നേതൃത്വം വഹിക്കുന്നവരോടൊപ്പം ചങ്ങാത്തം കൊടുക്കുകയും അവരുടെ ബിനാമി ബിസിനസ്സുകളിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന ഒരൊറ്റ 2020യുടെ മെമ്പർമാര് മാത്രമല്ല, സാധാരണ അംഗത്തെ പോലും പ്രസിഡന്റിനെ പോലും നമ്മൾ എന്ത് ചെയ്യില്ല? 2020യിൽ വെച്ചു പൊറുപ്പിക്കില്ല. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെയുള്ളത് മണ്ണ് മാഫിയ. ശരിക്കും ചേട്ടായി, ഒരു പഞ്ചായത്ത് മെമ്പർ ആയാൽ രാഷ്ട്രീയക്കാർ ആഗ്രഹിക്കുന്നത് സ്ഥാനാർത്ഥിത്വത്തിന് നോമിനേഷൻ കൊടുക്കുമ്പോഴേ നോക്കി വെക്കും, ഉയർന്ന മലകൾ എവിടെയുണ്ട്? എന്റെ നാട്ടിൽ പങ്കിമലയുണ്ട്, കദളിക്കുന്ന് മലയുണ്ട്, ഓണംവേലി മലയുണ്ട്. അതൊക്കെ മണ്ണ് മാഫിയ നോട്ടം വെച്ചിരിക്കുകയാണ്. എന്തിനാ? അറബിക്കടൽ നികത്താൻ. ബിനാമികളോട് ചേർന്ന് ഒരു ലോഡ് മണ്ണ് 1400 രൂപ വസ്തുവിന്റെ ഉടമസ്ഥന് കൊടുത്താൽ അത് അറബിക്കടൽ നികത്താനായി കൊണ്ടുപോകുമ്പോൾ 5000-6000 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു വീതം അതിന്റെ മെമ്പർക്കോ അല്ലെങ്കിൽ ആ വാർഡ് പ്രസിഡന്റിനോ കിട്ടിയാൽ, അങ്ങനെ ആയിരക്കണക്കിന് ലോഡ് പോകുമ്പോ രൂപ എത്രയാ കിട്ടുക? അതിന് എന്ത് ചെയ്തു? അവരോടൊപ്പം നമ്മുടെ പുറപ്പെടാ പ്രസിഡന്റ്, പുറപ്പെട്ടു പോയെന്നല്ല, അവിശ്വാസം മൂലം പുറത്താക്കിയ പ്രസിഡന്റ് അവരുടെ കയ്യാളുകളായി മാറി. പിന്നെ പഞ്ചായത്തിൽ സാധാരണക്കാരന്റെ ഒരു ഫയൽ, ഒരു ബിൽഡിംഗ് പെർമിറ്റിന് അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭത്തിന് ലൈസൻസ് എടുക്കാൻ ചെന്നാൽ ഈ പ്രസിഡന്റ് എന്ത് ചെയ്യും? അവർ അത് മനഃപൂർവ്വം വെച്ചു താമസിപ്പിക്കും. എന്തിനാ? എന്നിട്ട് രാജ്യമാനം ആ സംരംഭകൻ, അപേക്ഷ കൊടുത്ത സംരംഭകനെ കണ്ടിട്ട് ഒരു കാര്യം ചെയ്യും, പഞ്ചായത്ത് കമ്മിറ്റിയും സെക്രട്ടറിയും ഒക്കെ ഇതിനെതിരാ, ഞാനിത് ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം. ഒരു കാര്യം ചെയ്യും, കാര്യമായിട്ടൊന്നും വേണ്ട, നിങ്ങൾ കൈക്കൂലിയായിട്ടൊന്നും ഞാൻ മേടിക്കില്ല, അതൊരു വായ്പയായി തന്നാൽ മതി. ഇനി പണം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിത്തിരി സ്വർണമായാലും മതി. ഇല്ലേ? മണ്ണു മാഫിയക്കാരന് ഇഷ്ടം പോലെ കൊടുക്കാം. പക്ഷേ ഒരു വ്യവസായ സംരംഭം തുടങ്ങുന്നവന്റെ മാനസികാവസ്ഥ എന്താ? കെട്ടുതാലി പണയം വെച്ചിട്ടല്ലേ
എന്ത് ചെയ്യും? കാശ് കൊടുത്തൊന്നും വേണ്ട, ഇച്ചിരി സ്വർണം കൊടുത്തു കളയാം. അതിലും നമ്മുടെ അവിശ്വാസം മൂലം പുറത്തായ നമ്മുടെ പ്രസിഡന്റ് എന്താണ്? അതിലും ഭാഗവാക്കായിരിക്കുന്നു. പിന്നെയുള്ളത് ഈ 2020 ഈ പ്രസിഡന്റ് എന്തിനാ? CPM-ന്റെ നേതാവ് ശ്രീമാൻ നിസാർ ഇബ്രാഹിം, അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കുന്ന ഒരു സാഹചര്യം പഞ്ചായത്തിലുണ്ടായി. ആ സാഹചര്യത്തിന് അയാൾ അയോഗ്യത കൽപ്പിക്കാതിരിക്കാൻ 2020 പ്രസിഡന്റ് എന്ത് ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഈ അന്തം കമ്മിയുമായിട്ട് എന്തിനാ ഈ കൂട്ട്? നമ്മൾ അവരോട് ഒരു അവിശുദ്ധ കൂട്ടിന് നമ്മൾ പോകുന്നില്ലല്ലോ. അപ്പോ അത് മാത്രമല്ല, കോൺഗ്രസിന്റെ ഉണ്ട് ഒരു മീതി എന്ന് പറയുന്ന മെമ്പർ, അദ്ദേഹവുമായിട്ടും എന്താണ്, ദാ കണ്ടോ ഫോട്ടോ, നിങ്ങൾ കണ്ടു? അദ്ദേഹവുമായിട്ട് ഇരിക്കുന്ന ഇരിപ്പൊന്ന് കാണൂ. ഇങ്ങനെ ത്രിതംഗ പ്ലങ്കിതയായി 2020 ഒറ്റിക്കൊടുത്തതിനുള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ തെളിവുകളുടെ ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ്. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ എന്നുണ്ട് നമുക്ക് കൊടുക്കാനുണ്ട്, കൊടുക്കേണ്ടടുത്ത്. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ഞാൻ 2020 ചരിത്രം മുന്നോട്ട് വിളമ്പിയ ഇതങ്ങ് നശിച്ചു പോവത്രേ എന്ന് പത്രസമ്മേളനം പറഞ്ഞിരിക്കുന്നു. എന്റെ സാറേ, അങ്ങനെയാണെങ്കിൽ 2019 നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ശ്രീ KV ജേക്കബ്. അദ്ദേഹവും ഇതുപോലുള്ള ഡ്രാമകൾ കാണിച്ച ആളാണ്. ഒരുപാട് പണം ഉണ്ടാക്കി. ആ പണമുണ്ടാക്കിയത് കണ്ടുപിടിച്ച് അവരെ അദ്ദേഹത്തെയും പുറത്താക്കി. ആ പുറത്താക്കിയപ്പോ അദ്ദേഹവും പത്രസമ്മേളനം നടത്തി 2020 ചാരിത്രം ഞാൻ നശിപ്പിക്കാൻ പോവുകയാണെന്ന്. സത്യത്തിൽ നശിച്ചില്ലെന്ന് മാത്രമല്ല, കിഴക്കമ്പലം എന്ന കൊച്ചു ഗ്രാമത്തിൽ ഉദിച്ചിട്ട് ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിൽ കമ്മിറ്റി ഉണ്ടാകുവാനും ജന ആരവവും കൂടിക്കൊണ്ട് ജനക്കടലായി മാറുവാനും തക്കവണ്ണം 2020 വളർന്നിരിക്കുന്നു. 2020 ഇങ്ങനെ വളർന്നു വന്നാൽ പരമ്പരാഗതമായി പേരിക്കൂട്ടിയും കരം തീർത്തും കൈവശം വെച്ചും അനുഭവിച്ചും അഴിമതിയിലൂടെ പണം കൈയാളുന്ന ഈ പരമ്പരാഗത കമ്മി, അന്തം കമ്മി, കൊങ്ങി, മോരി, സംഖ്യയൊക്കെ ഉണ്ടല്ലോ, അവർ ഈ 2020 ഇങ്ങനെ വിട്ടാൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ ഭരണം കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നിൽക്കുമെന്നുള്ള ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ 2020 എതിർക്കുവാൻ. ഇതൊരു ദൈവദത്തമായ പ്രസ്ഥാനമാണ്. ഗാന്ധിജിയെ പോലെ ഈശ്വരവിശ്വാസം, അതുപോലെ ഭക്തിയുടെ മാർഗത്തിൽ, സഹനത്തിന്റെ മാർഗത്തിൽ, സഹിഷ്ണുതയുടെ മാർഗത്തിൽ, ദീർഘക്ഷമയുടെ മാർഗത്തിൽ ദൈവം എങ്ങനെ മനുഷ്യനായി അവതരിച്ചു എന്ന ദൈവപുത്രന്റെ വാക്കുകളെ, ഗിരിപ്രഭാഷണത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ ജീവിതം സ്വജീവിതത്തിൽ പകർത്തി മാതൃകയായ മഹാത്മജിയുടെ പഞ്ചായത്തി രാജ്. ആ പഞ്ചായത്തി രാജ് സ്വപ്നം പഞ്ചായത്തുകളിൽ മാത്രമല്ല, ഈ അഴിമതിരഹിത ഭരണം കേരളത്തിലുടനീളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുകയും കേരളത്തിന്റെ ഭരണം നമ്മൾ നേടുകയും ചെയ്യുമെന്നുള്ള ഉറച്ച ആ വിശ്വാസത്തിന്റെ തുടക്കമാണ് ഇത്. നമ്മുടെ നയപരിപാടികളുടെ പ്രഖ്യാപനവും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ വരുന്ന ഇലക്ഷൻ പ്രവർത്തനങ്ങളുടെ തുടക്കവുമായി നാന്ദി കുറിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ജനതതികൾക്കും കുന്നത്തുനാട് പഞ്ചായത്തിൽ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ്, ആ പ്രസിഡന്റ് പോകുമ്പോ അയ്യോ പ്രസിഡന്റെ പോവല്ലേ, അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞ് 10 മെമ്പർമാരും പോകുമെന്നാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. ശ്രീനിവാസന്റെ ഒരു കഥ ഓർക്കുന്നില്ലേ, സിനിമ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ പോലെ. അതുണ്ടായില്ല. അവർ നന്മയുടെയും സത്യത്തിന്റെയും പഞ്ചായത്തി രാജ് നിയമങ്ങളുടെയും രാഷ്ട്രീയ സദാചാരത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുന്നത്തുനാട് പഞ്ചായത്തിന് 2020 മുന്നോട്ട് വെക്കുന്ന ശ്രീ സാബു എം ജേക്കബ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ കൈയടിച്ചുകൊണ്ട് അവർക്കൊരു കൈയടി കൊടുത്തേ. അവർ ഒറ്റക്കെട്ടായി നിന്നു. പലരും മനപ്പായസം ഉണ്ടായിരുന്നു. എന്ത്, പുറത്താക്കപ്പെട്ട പ്രസിഡന്റായി വീണ്ടും തുടരും, 2020 ഇവിടെ തീരുമെന്ന്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായ സർവസ്തുതിയും സർവശക്തനായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നുകൂടിയ ജനതകൾക്ക് 2020 പേരിൽ ആശംസകളും അഭാവുകങ്ങളും നേർന്നുകൊണ്ട്
എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് 2020. നമ്മൾ പ്രതീക്ഷിച്ച ഒരു 10,000 പേരെയാ കേട്ടോ. ഒരു 10-20,000 പേര് സീറ്റ് കിട്ടാതെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് എനിക്കും ഇച്ചിരി ആവേശം കൂടി. ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറഞ്ഞില്ല. അത് പറയട്ടോ. കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ കുന്നത്തുനാടിന്റെ പൊന്നോമനപുത്രൻ, നെല്ലാട് കിഴക്കമ്പലം റോഡിന്റെ പിതാമഹൻ, അദ്ദേഹത്തോടൊക്കെ സംവദിച്ചത്, രാഷ്ട്രീയ പ്രവർത്തകരോട്, അന്തം കമ്മികളോട്, കൊങ്ങികളോട്, സംഘികളോടൊക്കെ എങ്ങനെ ഈ പ്രസ്ഥാനത്തെ തകർക്കാം, എങ്ങനെ ഒരു 10-20 കോടി രൂപ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞതിന്റെ ചില വോയിസ് ക്ലിപ്പുകളുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ ചിലതെങ്കിലും? ഇല്ലേ, വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ കമ്മിറ്റിക്കാർ നാട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും. അത് കുറച്ച് കേൾക്കും, എല്ലാം ഒന്നും വിടത്തില്ല കേട്ടോ. ഇച്ചിരി കനം കൂടിയതൊക്കെ വെച്ചിരിക്കുക. എവിടെ കൊടുക്കാൻ? സുപ്രീം കോടതി കൊടുക്കാൻ. അതവിടെ ഇരിക്കട്ടെ. ചെറുത് ഒരു സാമ്പിൾ ആ വോയിസ് ക്ലിപ്പുകൾ ഇപ്പൊ നമുക്ക് കേൾക്കാം. അതെ, ഗംഗാധരൻ. ഒരു വർഷം ഇതുപോലെ എന്തോ അത്യാവശ്യത്തിന് ചോദിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ വന്നെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ബാവ തന്ന ചെക്ക ഞാൻ കൊടുത്തു. 2 ലക്ഷം രൂപ ചെക്ക തന്നെ. അത് ഞാൻ ശനിയാഴ്ച, അതായത് വെള്ളിയാഴ്ച എനിക്ക് ചെക്ക് കിട്ടിയത്. കാക്കനാട് നിന്ന് വരുന്ന വഴി പള്ളിക്കരെ കൊണ്ടുപോകുന്ന പള്ളിക്കര നമ്മുടെ പഞ്ചായത്ത് ഞായറാഴ്ച കാലത്തെ പത്രം നോക്കുമ്പോഴാണ് ഇങ്ങനെ വാർത്ത കാണുന്നത്. ബാവ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പുള്ളി ബാവ പറഞ്ഞു, അയ്യോ എനിക്കും കാശ് കുറെ തരാണ്ടല്ലോ, എന്നോട് മയക്കം അടിച്ചൊരു കാശ് തന്നിട്ടില്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഈ പത്രവാർത്തയും കൂടി വന്നു കഴിഞ്ഞപ്പോ ഒരു പ്രസന്താന്നുള്ളൊരു ഒറ്റ ദിവസത്തെ ഞാൻ കൊടുത്തു. അന്ന് ഞാൻ ചെക്ക് മേടിച്ചു. പിന്നെ ഞാൻ അവര് അന്ന് 30-ാം തീയതി ഫോണിലെ ബ്ലോക്ക് ചെയ്ത് ആ ബ്ലോക്ക് ചെയ്ത ഫോൺ ബ്ലോക്ക് ചെയ്ത എല്ലാം ഇപ്പോഴും ആ പോലീസുണ്ട്. ഒരെണ്ണം കൂടെ വേണോ? ശരി. 21/10/21 4 ലക്ഷം രൂപ മേടിച്ചേക്കണേ. അടുത്തത് വ്യക്തികളാണ് കേട്ടോ. ഇതിന്റെ ബാക്കി കാര്യങ്ങളുണ്ട്. MA റഷീദ്. ഈ നീതാമോള് എന്നെ പലവട്ടം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് എന്നോട് പൈസ ചോദിക്കും. 1 ലക്ഷം രൂപ കോടിക്ക് കിട്ടും, ഇവർക്ക് 3 ലക്ഷം കൊടുക്കാൻ പറ്റൂല്ലോ ചോദിക്കുന്നത്. പൈസ വേണം, കുറച്ച് പൈസ ആട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കൊടുത്തു. 5 പവന്റെ ഒരു മാല കൊടുത്തു. 5 പവന്റെ മാല കൊടുത്തപ്പോൾ അവർ പറഞ്ഞു തേഞ്ഞതിന് 1 പവൻ കൂടി തരാമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പെണ്ണുമ്പിള്ള വേഗം കൈ കിടന്ന 1 പവന്റെ ഒരു വളയോട് കൂടി 6 പവൻ സ്വർണം കൊടുത്തു. അപ്പൊ പിന്നെ ഈ നിതാമോൾക്ക് ഞാൻ പൈസ കൊടുക്കാൻ കാരണം നിതാമോൾക്കല്ല പൈസ കൊടുക്കണേ. നിതാമോള് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിന്റെ പേരിലാണ് കൊടുത്തത്. മനസ്സിലായ? പഞ്ചായത്തിൽ വേറെ 18-17 മെമ്പർമാരാണ്. ആ മെമ്പർമാർക്ക് ആർക്കും 10 രൂപയുടെ പൈസയും കടം കൊടുത്തിട്ടില്ല. മനസ്സിലാവണ്ട? ഇവിടുത്തെ ഇനിയും 7,50,000 കൊടുത്തത് ക്യാഷ് വിത്തൗട്ട് ക്യാഷ്. ഇന്നലെ വിളിച്ചിട്ട് 10 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു 3 മണിക്കായിരിക്കും. ഇപ്പോഴും വിളിക്കണ്ടല്ലോ, ഇപ്പോഴും ലൈനിങ് കിടപ്പുണ്ട്. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടേക്കാം. ഇനിയും ഞാൻ പറഞ്ഞു ഇത് മേടിക്കണത് ശരിയാണോന്ന് ഞാൻ ചോദിച്ചു. കാശ് മേടിച്ചിട്ട് കുറെ പേരൊക്കെ എന്റെ ഇത് ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തത് 1 രൂപ ഭാവൊക്കെ കൊടുത്തു. ഇതിന്റെ സ്വഭാവം അനുസരിച്ച് അത് ഇത് വേണമെന്ന് പറഞ്ഞല്ല ആവണം. അത് നമ്മുടെ ഇതിനെ മേടിച്ചത് തന്നെ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ അടുത്തത് മതിയില്ലേ? നമുക്ക് തന്നെ എന്തുണ്ട്? ചേട്ടായി പറഞ്ഞു നിർത്താൻ. അപ്പോഴാണ് അവിശ്വാസ പ്രമേയം കൊണ്ടിരുന്ന അവർ പറഞ്ഞു. അവർ അവിശ്വാസ പ്രമേയം കൊണ്ടിട്ട് അവിശ്വാസ പ്രമേയം വരുന്നത് അത് റെക്കോർഡിക്കലി ആവുന്ന കാര്യമാണ്. അവരെനിക്ക് പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം അവർ തെളിവ് സഹിതം ഹാജരാക്കണം. പത്രത്തിൽ കൂടെ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാനിനി ഒരു പത്രസമ്മേളനം അത് ചാനലുകാരെ ഞാൻ വിളിക്കും, പത്രക്കാരെ വിളിച്ച് ഞാൻ നടത്തും. സോളിഡ് എവിഡൻസ് സഹിതം ഞാൻ ഹാജരാക്കിയിരിക്കും. പക്ഷെ ഞാൻ പറയും അതോടുകൂടി കുന്നത്തുനാടിലെ 2020 കാര്യം ഏകദേശം തീരുമാനമാവും. കാരണം ആ പഞ്ചായത്തിൽ നടന്നിരുന്ന തോന്നിവാസം അങ്ങനെയാണ്. അല്ല, ഇവരാരായിരുന്നു ഇതുവരെ? നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? അപ്പൊ ഇവര് തന്നെ സമ്മതിച്ചതല്ലേ ഇതുവരെ നടന്നത് മുഴുവൻ തോന്നിവാസമാണെന്ന്? അല്ലേ?
ഇതിൽ കൂടുതലുണ്ട്, വലുതൊക്കെ ഉണ്ട്. അത് നമുക്ക് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാം. ഇതാണ് ഒരു മാതൃക. 2020 അഴിമതിക്കാരൻ, അത് ശവൻകുട്ടി മന്ത്രി ആയാലും ഇല്ലേ, നമ്മുടെ കാരണഭൂതനായാലും ഇല്ലേ, കുന്നത്തനാടില് നമ്മുടെ പാർട്ടി നിന്നു പോകാൻ പോവാണ്. ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് ആര് പോയില്ല പള്ളിയിൽ. ഓക്കെ, ജയ് 2020.